നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് തന്നെ മുഹറമിന് വളരെയധികം ഒരു മഹത്വം കൽപ്പിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള യഹൂദികൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ട് അതിനെപ്പറ്റി കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ ദിവസത്തിലാണ് നമ്മുടെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ദൂരനായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് നന്ദി സൂചകമായിട്ട് അനുഷ്ഠിക്കുന്നതാണ്. ഇത് കേട്ടപ്പോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹഖു ബി മൂസാ നബിയോട് ഏറ്റവും ബന്ധമുള്ളവർ ഞങ്ങളാണ്. ഇങ്ങനെ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് യഹൂദികളോട് എതിരാകുന്നതിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, ബഖീതു ഇല ഖാബിലിൻ ലഅസൂമന്ന താസിയ, അടുത്ത വർഷവും കൂടി ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ 9-ാം ദിവസവും ഞാൻ നോമ്പ് പിടിക്കും, അഥവാ മുഹറം 9. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹറം 10 ദിവസം ഒരാൾ നോമ്പ് പിടിച്ചാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന്. ഈ വർഷം നാളെ അഥവാ ചൊവ്വ, മറ്റന്നാൾ ബുധനാഴ്ച സുന്നത്താണ്. അതുകൊണ്ട് ആ ദിവസത്തിലെ നോമ്പ് സത്യവിശ്വാസികളായ എല്ലാവരും അനുഷ്ഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹദീസിൽ 11-നും കൂടി പിടിക്കൽ സുന്നത്തുണ്ട് എന്ന് കരുതിയായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 9-നും 10-നും 11-നും അഹ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് അതുള്ളത്. അപ്പോൾ 9, 10 ഏതായാലും സുന്നത്തുണ്ട് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. 11-നും സുന്നത്തുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അല്ലാഹു തആല വേണ്ടതുപോലെ നോമ്പ് പിടിക്കാൻ, പരിപൂർണമായ പുണ്യം കരസ്ഥമാക്കാൻ നാം ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.